ദേശാഭിമാനി മാർച്ച് 20 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് KT ബാലകൃഷ്ണൻ സനോര. പ്രധാന വാർത്തകൾ. നാടെങ്ങും ആഘോഷം. മന്ത്രിസഭ 4ാം വാർഷികം. ആഘോഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്രം. DPRന് മന്ത്രിസഭാ അംഗീകാരം. വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത നിർമ്മാണം ഉടൻ. മുണ്ടക്കൈ ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കാൻ 26.56 കോടി രൂപ അനുവദിച്ചു. എല്ലാം കിറുകിറുത്യം. ശാസ്ത്ര വിജയം. സുനിത വില്യംസ് ഭൂമി തൊട്ടു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക് കമ്മീഷൻ. ബിൽ നിയമസഭ പാസാക്കി. ചോരക്കളി നിർത്താതെ ഇസ്രായേൽ. ഇന്ത്യക്ക് ജയമധുരം. ഛേത്രി ഗോൾ. വാർത്തകൾ വിശദമായി. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഏപ്രിൽ 21 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21 തിരുവനന്തപുരത്ത് സമാപിക്കും വിധമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. ആശമാരുടെ ഇൻസെന്റീവ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. വളരെ മികച്ച ഇൻസെന്റീവാണ് ഇപ്പോൾ നൽകുന്നതെന്നും അത് കൂട്ടുന്ന കാര്യം പിന്നീട് പരിഗണിക്കാമെന്നും നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. ആശമാരുടെ ആനുകൂല്യം ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ കൂടിയായ നദ്ദ ഒരാഴ്ച മുമ്പ് സഭയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നുവെന്നതിൽ സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണ്ണമായ സമീപനമാണ് മന്ത്രി വീണ ജോർജ്. 2023-24 സാമ്പത്തിക വർഷം കേന്ദ്രം ഒറ്റ രൂപ തരാഞ്ഞിട്ടും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. പദ്ധതിക്കായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കിയ വിശദ പദ്ധതി രേഖ DPR മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 1882.92 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇതിനായി 5.52 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരമായി 26.56 കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കൽപ്പറ്റ വില്ലേജ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലെ 64.4075 ഹെക്ടറാണ് ഏറ്റെടുക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിന്റെ 2ാം ഘട്ട പട്ടികയിൽ B ലിസ്റ്റ് അന്തിമമായതോടെ ഗുണഭോക്തൃ കുടുംബങ്ങളുടെ എണ്ണം 402 32 കുടുംബങ്ങളെ കൂടി ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്താമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിനെ അറിയിച്ചു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടുമെന്ന് വീടുകളുടെ പ്രവൃത്തി ആരംഭിക്കും. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ച പോലെ അണിവിട പോലും തെറ്റിയില്ല. ശാന്തമായ അറ്റ്ലാന്റിക്കിലേക്ക് കൃത്യം പാലിച്ചുകൊണ്ട് ഡ്രാഗൺ ഫ്രീഡം പേടകം പറന്നിറങ്ങി. ശാസ്ത്രലോകം അഭിമാനാഹ്ലാദങ്ങളുടെ കൈയടിച്ചു. ലോകമെങ്ങും ആഹ്ലാദാരവങ്ങൾ. 9 മാസത്തിലേറെയായി ലോകം കാത്തിരുന്ന നിമിഷം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 267 ദിവസമായി മടങ്ങാനാവാതെ കുടുങ്ങിയ സുനിത വില്യംസും ബുച്ച് വിൽമറും 17 മണിക്കൂർ യാത്ര പൂർത്തിയാക്കി ബുധനാഴ്ച പുലർച്ചെ 3:27 ഭൂമിയെ തൊട്ടു. പ്രാഥമിക വൈദ്യപരിശോധനയെ തുടർന്ന് പൂർത്തിയാക്കി ഹൂസ്റ്റണിലേക്ക് പറന്നു. അവിടെ ദിവസങ്ങളോളം പൂർണ്ണ വിശ്രമം, കർശന നിരീക്ഷണവും നടക്കും. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ കൊണ്ടുവരുന്ന സംസ്ഥാനം വയോജന കമ്മീഷൻ ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കി. പ്രായമായവരുടെ 60 വയസ്സിന് മുകളിലുള്ളവർ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്ന അവരുടെ ഉൽപ്പാദനക്ഷമതയും ആശയവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുക എന്നതാണ് കമ്മീഷന്റെ ലക്ഷ്യം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പിന്നോക്ക വിഭാഗ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയത് 13 സമുദായക്കാരെ ആണെന്ന് മന്ത്രി OR കേളു നിയമസഭയിൽ അറിയിച്ചു. സർക്കാരിന്റെ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനെ അക്രഡിറ്റ് ഏജൻസിയാക്കുമെന്ന് പട്ടികജാതി വർഗ ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി P. രാജീവ് നിയമസഭയെ അറിയിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാനായി മേഖലാ തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേരളത്തിലെ തൊഴിലാളികളെ അധിക്ഷേപിച്ചുള്ള കേന്ദ്ര മന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവന അങ്ങേറ്റ ഹീനവും കേരള വിരുദ്ധവുമാണെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവന മന്ത്രി എന്ന സ്ഥാനം മറന്ന് BJP രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്തുള്ളതാണെന്ന് മന്ത്രി P. രാജീവും പറഞ്ഞു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവനയ്ക്കെതിരെ ചുമട്ടുതൊഴിലാളികൾ വ്യാഴാഴ്ച കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പകരുന്ന ചടങ്ങിൽ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. ബുധനാഴ്ച പവന് 320 രൂപ വർദ്ധിച്ച് 66,320 രൂപ എന്ന പുതിയ റെക്കോർഡിലെത്തി.
10 വർഷത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എംപിമാർക്കും MLA-മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത 193 കേസുകൾ. ഇതിൽ തെളിയിക്കാനായത് 2 മാത്രം. രാജ്യസഭയിൽ റഹീം MPയെ കേന്ദ്രമന്ത്രി പങ്കജ് ചൗധരിയാണ് ഇക്കാര്യം അറിയിച്ചത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടും മണിപ്പൂരിൽ കലാപത്തിന് ശമനമില്ല. ചുരാൻപൂരിൽ ഗോത്രവർഗ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ ഒരാൾ വെടിയേറ്റ് മരിച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാവർക്കും റേഷൻ ആനുകൂല്യം കൃത്യമായി എത്തുന്നുണ്ടോ എന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി ഏപ്രിൽ 16 പരിഗണിക്കും. ലോകവാർത്തകൾ. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണത്തിനെതിരെ ലോകമെങ്ങും പ്രതിഷേധമുയരുമ്പോഴും ഗാസയിൽ വ്യോമാക്രമണം തുടർന്നു ഇസ്രായേൽ. 183 കുട്ടികൾ ഉൾപ്പെടെ 436 പേർ 2 ദിവസങ്ങളിലായി കൊല്ലപ്പെട്ടു. ഉക്രൈനിൽ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തടവുകാരെ കൈമാറാൻ ധാരണയായി. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമായി ഇറ്റാലിയൻ പത്രം ഇൽ ഫ്ലോഗിയോ 1 മാസം നീണ്ടുനിന്ന പരീക്ഷണത്തിനൊടുവിലാണ് നേട്ടം സാധ്യമായതെന്ന് പത്രാധിപർ ഗ്ലോഡിയോ റോസോറോ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. വേനൽ കടുത്തതോടെ ജില്ലയിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് UV ഇൻഡെക്സ് വർദ്ധിക്കുന്നു. ബുധനാഴ്ച ജില്ലയിൽ ഉയർന്ന അളവ് രേഖപ്പെടുത്തി. ദുരന്ത നിവാരണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജില്ലയിൽ 2 റോഡുകൾ കൂടി നവീകരണത്തിന് 8 കോടി രൂപയുടെ ഭരണാനുമതിയായതായി മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിച്ചു. മഹാനായ കമ്മ്യൂണിസ്റ്റും യുഗപുരുഷനുമായ EMSന്റെ സ്മരണ പുതുക്കി കേരളം. CPIMന്റെയും വർഗ ബഹുജന സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിപുല പരിപാടികൾ സംഘടിപ്പിച്ചു. EMS ദിനം ജില്ലയിലെങ്ങും വിപുലമായി ആചരിച്ചു. പാർട്ടി ഓഫീസുകളും രാവിലെ പതാക ഉയർത്തി പ്രഭാതപേരിയും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചു. സമ്പൂർണ്ണ അതിദരിദ്ര മുക്ത ജില്ലയായി സംസ്ഥാനത്ത് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ചിറകിലേറി സംസ്ഥാനം. ജില്ലയിൽ മുന്നേറ്റം. 6771 കുടുംബങ്ങൾ 5515 എണ്ണത്തെയും അതിദാരിദ്ര്യ പട്ടികയിൽ നിന്നും മുക്തമാക്കി. ഇടവിട്ടിടവിട്ടുള്ള വേനൽമഴയിൽ ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യമൊരുക്കുന്നതിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നഗരത്തിൽ പോലീസ് നടത്തിയ ലഹരിമരുന്ന് വേട്ടയിൽ മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെ ഉപഭോക്താക്കളടക്കം 24 പേർ പിടിയിലായി. മെത്താഫെറ്റിനും കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായി. താമരശ്ശേരി എക്സൈസിന്റെ നേതൃത്വത്തിൽ പുതുപ്പാടി, മണവയൽ, ചോലോട്ട് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. കളിക്കളം വാർത്തകൾ. ഒടുവിൽ ഇന്ത്യക്ക് വിജയമധുരം. വിരമിക്കൽ പിൻവലിച്ച് തിരിച്ചെത്തിയ സുനിൽ ഛേത്രി ജയവും കൊണ്ടുവന്നു. സൗഹൃദ ഫുട്ബോളിൽ 3 ഗോളിനാണ് ഇന്ത്യ മാലദ്വീപിനെ തകർത്ത് വിട്ടത്. 3ാം ഗോൾ ഛേത്രി നേടി. രാഹുൽ ബോക്കിയും സ്ലിസ്റ്റർ കോൺസോയും മറ്റു ഗോളുകൾ നേടി. ഒരിടവേളയ്ക്ക് ശേഷം ലാറ്റിൻ അമേരിക്കയിൽ വീണ്ടും പന്തുരുളുന്നു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ പോരിൽ വമ്പന്മാരായ ബ്രസീലും കൊളംബിയയും ഏറ്റുമുട്ടും. നാളെ രാവിലെ 6:15 പോരാട്ടം. KPL ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് ജയം. FC കേരളയെ 4-0 പ്രകാശിച്ചു. നന്ദു കൃഷ്ണ ഹാട്രിക് നേടി. വാർത്തകൾ കഴിഞ്ഞു.